നമുക്ക് ഏറ്റവും വലിയ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ്. അത് വലിയൊരു സബ്ജക്റ്റാണ്. ആ റിലേഷൻഷിപ്പിലേക്ക് പോകണത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ മനസ്സ് ധൈര്യം ചോരുമ്പോഴാണ് നമുക്ക് എപ്പോഴും കൂട്ടിൽ ആള് വേണമെന്ന് തോന്നുന്നത്. മനസ്സിന് ധൈര്യം വന്നു തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ആദ്യം നമുക്ക് സ്നേഹം തോന്നും. എല്ലാവരോടും സ്നേഹവും ഇഷ്ടമൊക്കെ ഇങ്ങനെ ഊരിക്കൊടുക്കാൻ തോന്നും അല്ലെ, ഒരുപാട് ഇഷ്ടങ്ങൾ തോന്നും. പക്ഷെ മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്കിങ്ങനെ ചങ്കൂറ്റം കൊണ്ട് നിൽക്കാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ആ ചങ്കൂറ്റം വേണം. റിലേഷൻഷിപ്പ് നല്ലതാണ്, നമുക്ക് കൂട്ട് നല്ലതാണ്. പൊതുവെയുള്ള റിലേഷൻഷിപ്പിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീക്കാണ്, ഞാനോ വീക്കാണ്. നിന്റെ ഭാഗത്തുനിന്ന് എന്റെ വീക്ക്നെസ്സിനൊപ്പം നീ നിൽക്കാൻ തയ്യാറല്ല, നിനക്കാണ് കുഴപ്പം. അല്ല, നമുക്കായിരിക്കും. നമ്മുടെ മൈൻഡ് വീക്ക് ആയതുകൊണ്ടാണ് നമ്മളത് ചാരുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വരില്ല. പൊതുവെയുള്ള പ്രശ്നങ്ങൾ അതാണ്. റിലേഷൻഷിപ്പ് ഹെൽത്തി ആവണമെങ്കിൽ മെന്റലി ഹെൽത്തി ആവണം. മെന്റലി ഹെൽത്തി ആയാലേ റിലേഷൻഷിപ്പ് ഹെൽത്തി ആവുള്ളൂ. മെന്റലി ഹെൽത്തി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഹെൽത്തി ആവാതിരുന്നിട്ട് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നേ ഉള്ളൂ. നമ്മൾ മെന്റലി ഹെൽത്തി ആയാല് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആവും. ആ റിലേഷൻഷിപ്പാണ് കൊണ്ടുപോകേണ്ടത്. അത് രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും. നമ്മൾ ആ സറൗണ്ടിങ്സേ ശരിയാക്കണം. അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അത് എൻജോയ് ചെയ്യാൻ പറ്റും, ആ റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന പ്രശ്നങ്ങളെല്ലാം മെന്റലി വീക്ക് ആയതുകൊണ്ട് വരുന്നതാണ്. അച്ഛൻ കൊല്ലണത്, അമ്മ കൊല്ലണത്, അങ്ങനെയൊക്കെ ഉള്ളത്, കൈവിട്ടു പോണത് അല്ലേ, ഇതെല്ലാം വരുന്നത് മെന്റലി വീക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ ഈ വലിയ സബ്ജക്റ്റ് മെന്റലി ശാന്തമാവുക എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് കോൺഷ്യസ് ആയിട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാമായിട്ടും ചെയ്യാം. നമുക്ക് കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് അവയർനെസ്സോടുകൂടി നമ്മൾ ബോധതലത്തിൽ നിന്നുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ബോധതലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കോൺഷ്യസ് ആയിട്ട് മൈൻഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ടെൻഷനും പേടിയെല്ലാം മാറ്റി മനസ്സിന്റെ ധൈര്യവും സമാധാനവും നിലനിർത്താൻ സ്പിരിച്വൽ ഗാദറിംഗിൽ പങ്കെടുക്കാം. ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവില്ലേ?